പുസ്തക വായന മരിക്കുന്നു എന്ന് കേട്ടു തുടങ്ങിയിട്ട് കുറേയായി. എന്നാൽ പുസ്തകങ്ങളോ പുസ്തക വായനയോ മരിക്കുന്നില്ല എന്ന് ഇത്തരം പുസ്തകോത്സവങ്ങളിലൂടെ അവയിലെ ജനപ്രാതിനിധ്യത്തിലൂടെ നാം ലോകത്തോട് പറയുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളും എടുത്തു നോക്കിയാൽ എല്ലായിടവും ഏതെങ്കിലും ഒരു സാഹിത്യോത്സവത്തിന് വേദിയാകുന്നുണ്ടാവും. അതുകൂടാതെയാണ് ചെറിയ ചെറിയ പ്രാദേശിക സാഹിത്യോത്സവങ്ങൾ. അവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ബൃഹത്തായ ജനസാന്നിധ്യം കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയ വായനയുടെ ബലം നമുക്ക് കാണിച്ചു തരുന്നു. ഇനി വെർച്വൽ ലോകമെടുത്താലോ, അവിടെയും വായന ആഘോഷിക്കപ്പെടുകയാണ്. അനേകായിരം ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ വായിച്ച ഓരോ പുസ്തകത്തെയും കുറിച്ചുള്ള റീലുകളുണ്ടാകുന്നു. വർഷാവസാനമാകുമ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പുകൾ നടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെവിടെ വായന മരിച്ചാലും ഈ കേരളത്തിൽ വായന മരിക്കില്ല എന്ന് നിസ്സംശയം പറയാം. എന്നാൽ വില കൊണ്ട് പുസ്തകങ്ങളും സംഘാടന ചെലവിൻ്റെ ആധിക്യം കൊണ്ട് പുസ്തകോത്സവങ്ങളും സമൂഹത്തിൽ നിന്ന് അകന്നു പോകാതെ നോക്കേണ്ടതുണ്ട്. പുസ്തകോത്സവങ്ങൾ എന്നും നവീനതയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിതത്തെ സമഗ്രമായി പുതുക്കിപ്പണിയുന്നത് നിത്യേന നാം ആർജിക്കുന്ന വിവിധങ്ങളായ അറിവുകളും അനുഭവങ്ങളുമാണ്. അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് വന്ന് ഭവിക്കുന്നതാണ്. അറിവുകൾ നാം ആർജിക്കുന്നതുമാണ്. ആർജിത അറിവുകളെ പുതിയ കാലത്തിനനുസൃതമായി നവീകരിച്ച് സ്വാംശീകരിക്കുന്നതിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. അറിവുകളെ സ്വാംശീകരിക്കുക എന്നാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി അവയെ വിളക്കിച്ചേർക്കുക എന്നതാണ്. ജീവിതത്തിനുതകാത്ത അറിവുകൾ കാലം കടക്കെ സ്വയം റദ്ദായി പോകും. വായനയിലൂടെ പരിപക്വമാവുന്ന മനസ്സിന് മാത്രമേ വിവേചന ശക്തിയുണ്ടാവൂ. അത്തരം മനസ്സുകൾ വില കുറഞ്ഞ വികാരങ്ങളുടെ തടവിലാവില്ല. അഥവാ ഏതെങ്കിലും മനസ്സ് ആ വിഷമവൃത്തത്തിൽ പെട്ടാൽ തന്നെയും അത്തരം മനസ്സുകൾ അവിടെ എന്നേക്കുമായി കുടുങ്ങിപ്പോവുകയുമില്ല. കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വായനയിലൂടെ മനസ്സാർജിച്ച ബോധം സ്വയം അറിയാതെ തന്നെ ഉണരും. തള്ളേണ്ടതിനെ തള്ളാൻ അപ്പോൾ കഴിയും. അതുകൊണ്ടാണ് 100 ആവർത്തിച്ചാലും ഒരു നുണ സത്യമാവാത്തത്. വിശക്കുന്ന മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുക്കൂ എന്ന ബൃഹത്തിൻ്റെ പ്രശസ്തമായ ഉദ്ധരണിയുണ്ടല്ലോ. അതിലെ സൂചന ഭൗതികമായ വിശപ്പ് മാത്രമല്ല, ബൗദ്ധികവുമായ വിശപ്പ് കൂടിയാണ്. ചിന്താപരമായ ഉണർവ് നൽകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉണർന്നു നിൽക്കുമെന്നും ആ ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ വിശപ്പടക്കമുള്ള ഭൗതിക വൈവിധ്യങ്ങളെ നേരിട്ട് അവയില്ലാത്തൊരു വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുമുള്ള ധ്വനി അതിലുണ്ട്. ആ വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിൽ ശരിയായി ഭവിച്ച ഘട്ടം കൂടിയാണിത്. അതിദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ നാട് മുക്തി കൈവരിച്ചു. അതിനു പിന്നിൽ മലയാളി വായനയിലൂടെ ആർജിച്ച അപരസ്നേഹം ഒരു ഘടകമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഈ ജീവിത നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുസ്തകോത്സവങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. ഒരു പുസ്തകത്തെ
ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിലുടനീളം കൂട്ടായി വരുന്ന നല്ലൊരു സുഹൃത്തിനെ നാം കണ്ടെത്തുകയാണ്. ഒരു കൃതി വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ജീവിതത്തെ നമ്മൾ അറിയുകയാണ്. ആ അറിവാകട്ടെ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുത് എന്നുമുള്ള വെളിച്ചമാണ് മനസ്സിൽ നിറക്കുക. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കാൻ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുമെന്ന നില വരുന്നത്. നമ്മുടെ സമൂഹത്തെ ജീവിതയോഗ്യമല്ലാതെയാക്കുന്ന വിധത്തിൽ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നതും ജാതിസ്പർദ്ധയും മതസ്പർദ്ധയും വളർത്തുന്നതുമായ കുൽസിത നീക്കങ്ങളും ഉണ്ടാവുന്നു. ഒരു സമൂഹമെന്ന നിലക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയുമുള്ള നമ്മുടെ മുന്നോട്ടു പോക്കിനെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ടാവുന്നു. ഇതിനൊക്കെ എതിരെ ജാഗ്രത പുലർത്താനും നമ്മുടെ ഒരുമയെ തകർക്കാനുദ്ദേശിച്ചുള്ള നീക്കങ്ങളെ ചെറുക്കാനും എഴുത്തുകാരും വായനക്കാരും ഉൾപ്പെടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും മുന്നിട്ടിറങ്ങണം. അതിനും കൂടി ഉതകണം ഇത്തരം പുസ്തകോത്സവങ്ങൾ.